ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഗാലക്സി കിച്ചൺ ടെക്നിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഗ്യാസ് സ്റ്റൗ സർവീസിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിനകത്തുള്ള ലോ ഫ്ലെയിം എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്നുള്ള സിമ്പിൾ ടിപ്സാണ്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സുകളാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിരുന്നത്. ഇപ്പം നമ്മൾ 3 ബർണറുള്ള ഒരു അടുപ്പാണ്. ഇപ്പോൾ ഇതിനകത്ത് 2 ബർണറിനകത്ത് നല്ല ഫ്ലെയിമുണ്ട്, ഒരെണ്ണത്തിൽ മാത്രം ഫ്ലെയിം കുറവാണ്. ആ റൈറ്റ് സൈഡിലുള്ള ഈ ബർണറിൽ മാത്രം ഫ്ലെയിം കുറവാണ്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ജെറ്റുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റ് കയറി അടയുന്നതാണ്. അത് നമുക്ക് തന്നെ റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ റെഗുലേറ്ററിൽ നമ്മൾ നോബ് ഓഫ് പൊസിഷൻ വെക്കുക. അപ്പോൾ ഈ ട്യൂബ് വഴിയുള്ള ഗ്യാസ് എല്ലാം കത്തിത്തീർന്ന് നമ്മൾ സ്റ്റൗ അണഞ്ഞിരിക്കും. അപ്പോൾ ആ ട്യൂബിനകത്ത് നമുക്ക് വീണ്ടും ഗ്യാസ് കാണില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഗുലേറ്ററിനകത്തുനിന്ന് ട്യൂബ് ഡിസ്കണക്ട് ചെയ്യുക, അത് റിമൂവ് ചെയ്യുക. റെഗുലേറ്ററും ട്യൂബും തമ്മിൽ ഊരിയെടുക്കുക. റെഗുലേറ്ററിനകത്തുനിന്ന് ട്യൂബ് നമ്മൾ ഊരി സെപ്പറേറ്റ് ചെയ്യുക. ഊരിയതിന് ശേഷം നമ്മൾ ആ കംപ്ലൈൻ്റ് ഉള്ള ബർണറിൻ്റെ വാൽവ് മാത്രം ഓൺ ചെയ്ത് വെക്കുക. മറ്റ് രണ്ട് വാൽവും ഓഫ് ആയിരിക്കുമല്ലോ. ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ കംപ്ലൈൻ്റ് ഉള്ള ബർണറിൻ്റെ വാൽവ് മാത്രം ഓണാക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ട്യൂബിനകത്ത് ഊരിയ ട്യൂബിൻ്റെ ആ എൻഡ് സൈഡ്, റെഗുലേറ്റർ ഘടിപ്പിച്ച ആ സൈഡ് നമ്മൾ ശക്തിയായിട്ട് താഴോട്ടും ഊതുക. അതുകൊണ്ട് തന്നെ ശക്തിയായിട്ട് അത് മേലോട്ട് വലിച്ചിങ്ങനെ എടുത്തിട്ട് വീണ്ടും ശക്തിയായിട്ട് 2-3 പ്രാവശ്യം ഊതുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അതിൻ്റെ അടവ് മാറിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ലവണ്ണം എയർ ഫ്ലോ വരുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ പഴയതുപോലെ റെഗുലേറ്ററിനകത്ത് ട്യൂബ് ഘടിപ്പിക്കുക. നമ്മൾ ഫ്ലെയിം കുറവുള്ള അടുപ്പൊന്ന് കത്തിച്ച് നോക്കുക. കറക്റ്റായിട്ടും നല്ല ഫ്ലെയിമിൽ കത്തിയിരിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.